ഓ അത് മാത്രമേ എനിക്ക് അതെ അതാ. ഹലോ കുട്ടികളെ, അപ്പൊ ഇന്നൊരു വ്ളോഗാണ് കേട്ടോ, തോർത്ത് കിടക്കുന്നത് വ്ളോഗാണ്. അപ്പം നമ്മൾ മുംബൈക്ക് പോവാണ് ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ 5:45 കേട്ടോ. നമുക്ക് 6 സംതിങ്ങിനാണ് നമ്മുടെ ട്രെയിന്. ഈ വാച്ച് എപ്പോഴും ഇങ്ങനെ കുരുങ്ങും കണ്ട നമ്മുടെ ട്രെയിന്. അപ്പോൾ അവിടെ എത്തുന്നവരൊക്കെ ഇതായിരുന്നു പിന്നെയും കുരുങ്ങി. 6:57 കേട്ടോ നമ്മുടെ ട്രെയിനിൽ. ചിലപ്പോൾ ലേറ്റായിരിക്കും, ഇതായിരിക്കും, എന്തായിരിക്കും എന്ന് അറിയത്തില്ല. അപ്പം നമ്മുടെ കൂടെ നമ്മൾ അന്ന് പോയ നെറിനും അവരും എല്ലാവരും ഉണ്ട്. എക്സ്ട്രാ റേഷൻ ബോക്സിലെ രേഷ്മയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഫ്ലൈറ്റ് 12:30-ക്കാണ്. പക്ഷെ നമ്മളൊരു 10:30 ആകുമ്പോഴത്തേന് ചിലപ്പോൾ ചെല്ലുമായിരിക്കും, അല്ലേ അമ്മ? കാരണം നമുക്ക് ആ ടൈമിലാണ് ട്രെയിന്. എൻ്റെ പുത്രനെ ഞാൻ ഏൽപ്പിച്ചിട്ട് പോവുക കേട്ടോ. അമ്മ ഇന്നലെ വൈകുന്നേരം ആയപ്പോൾ വന്നു. നമ്മൾ 31-ാം തീയതി ആട്ടോ ഇറങ്ങുന്നത്. 1-ാം തീയതി നമുക്ക് പ്രോഗ്രാം, അതായത് യൂട്യൂബിൻ്റെ ഫാൻ ഫെസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ 31-ാം തീയതി ഇറങ്ങും. എന്നിട്ട് 3-ാം തീയതി തിരിച്ചു വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ കൂട്ടം നല്ല ഉറക്കമായിരുന്നു. അമ്മ എന്നോട് പറഞ്ഞു അവനെ എഴുന്നേൽപ്പിക്കണ്ട, നിങ്ങൾ പൊക്കോ, സാരമില്ലാന്ന്. കാരണം ഞങ്ങൾ രാത്രിയിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കും ഏട്ടനും അവനെ എഴുന്നേൽപ്പിച്ച് കരയാതെ പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ അവനെ ചൊറിഞ്ഞ് എണീപ്പിച്ചു കേട്ടോ. അവൻ ഓക്കെ ആയിരുന്നു. അവൻ എന്നോട് പറഞ്ഞു അമ്മ പോയിട്ട് വാ, എന്നിട്ട് വരുമ്പോൾ അപ്പൂന് ചോക്ലേറ്റ്സും പിന്നെ ടോയ്സും ഒക്കെ കൊണ്ടുവരണേന്ന് പറഞ്ഞു. രാജിയുടെ കൂടെ നല്ല കുട്ടനായിട്ട് ഇരുന്നോളാന്നും ഒക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ കുറേ കഥകളും കാര്യങ്ങളും ഒക്കെ എന്നോടിരുന്ന് പറയുകയാണ്. അപ്പോഴത്തേന് സീച്ചേട്ടൻ്റെ കുറച്ച് അല്ലറ ചില്ലറ പാക്കിങ്സ് ഒക്കെ നടത്തുകയാണ് കേട്ടോ. അതായത് ഷേവിങ് സെറ്റും കാര്യങ്ങളും ഒക്കെ ഈ ഒരു കറുത്ത ബാഗിൻ്റെ അകത്താട്ടോ ഏട്ടനെടുത്ത് വയ്ക്കുന്നത്. അങ്ങനെ അതെല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ എഡിറ്റ് ചെയ്തപ്പോഴാണ് ക്യാമറയുടെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് തന്നെ ഞാൻ ശ്രദ്ധിക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു പോട്ടെ, സാരമില്ല, എന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലോ എന്ന്. അങ്ങനെ അപ്പക്കുട്ടനെ തക്കിട് മോനെ, വാവേ, പൊന്നു മോനെ, എണീക്കിടാന്നൊക്കെ പറഞ്ഞ് അവനെ എഴുന്നേൽപ്പിച്ച് നമ്മൾ സാധനങ്ങളെല്ലാം എടുത്ത് മുറ്റത്തോട്ട് ഇറങ്ങി. ഓൾറെഡി അവിടെ ഇടാൻ വേണ്ടി ഞാനൊരു വൈറ്റ് ചെരുപ്പ് എടുത്തു വെച്ചു. പോകാൻ നേരത്ത് ഈ ചെരുപ്പ് ഇടണോ അതോ ഷൂസ് ഇടണോ എന്ന് ഭയങ്കര കൺഫ്യൂഷൻ കേട്ടോ. ഈ ഒരു ഡ്രസ്സിൻ്റെ കൂടെ ഈ ഒരു ബ്രൗൺ ചെരുപ്പ് നന്നായിട്ട് മാച്ച് ആവുന്ന പോലെ എനിക്ക് തോന്നിയെങ്കിലും ഒരുപാട് നടക്കേണ്ടിയൊക്കെ വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത് മാറ്റിയിട്ട് ഷൂ തന്നെ എടുത്തിട്ടു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാല് വേദനിക്കും കേട്ടോ ഇതിട്ട് കുറച്ച് നേരം നടന്നു കഴിയുമ്പോൾ. അപ്പോഴത്തേന് അപ്പുക്കുട്ടൻ എണീറ്റ് വന്നു. പോയിട്ട് വരട്ടെ. ഹാപ്പി ഹാപ്പി എൻ്റെ മോൻ മിടുക്കനാട്ടോ. ടാറ്റാ, ബൈ ബൈ. എന്നിട്ട് ബ്രഷ് ചെയ്യണം കേട്ടോ. അമ്മയ്ക്ക് ടാറ്റ. ലവ് യു. പല്ലെന്തിയേ? കാക്ക കൊണ്ടുപോയോ? പിന്നെ ആര് കൊണ്ടുപോയി പല്ല്? കറങ്ങാൻ കൊണ്ടുപോയോ? അപ്പൊ കുട്ട ടാറ്റ, ലവ് യു. രാവിലെ നമ്മൾ ട്രെയിനിന് താമസിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. ഇറങ്ങിയപ്പോൾ ഏട്ടൻ ഫോണിൻ്റെ ചാർജ് മറന്നു പോയെന്ന് പറഞ്ഞ് അമ്മ എടുക്കാൻ പോയപ്പോഴത്തേന് അപ്പുക്കുട്ടൻ ഓടി എൻ്റെ അടുത്തോട്ട് വന്നു കേട്ടോ. അപ്പുക്കുട്ടൻ്റെ ഒരു പല്ലൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. പുതിയ പല്ല് വരൂ എന്നുള്ള പ്രതീക്ഷയിലാണ് അപ്പുക്കുട്ടൻ ചിരിച്ച് നല്ലപോലെ നിൽക്കുന്നത്. അപ്പോൾ രാവിലെ മഴയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ലാതെ നമ്മൾ വേഗം റെയിൽവേ സ്റ്റേഷനിലെത്തി കേട്ടോ. ഒരു 10-15 മിനിറ്റൊക്കെ എടുത്തുള്ളൂ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. സീച്ചേട്ടൻ എന്നെ ഇവിടെ ഇറക്കിയിട്ട് കാറ് കൊണ്ടുപോയി പാർക്ക് ചെയ്തിട്ട് വരും. ഞാൻ പെട്ടിയും കിടക്കയൊക്കെ ആയിട്ട് ഇറങ്ങി ഇനി നിൽക്കാം. നമുക്ക് 2 പെട്ടിയായിരുന്നു ഉണ്ടായിരുന്നത്. വലുത് സ്വാഭാവികമായിട്ടും എൻ്റെതാണ്, ചെറുത് ഏട്ടൻ്റെയാണ്. ബാഗും പിന്നെ എന്നെയാണ് കേട്ടോ. കാരണം നമ്മൾ എയർപോർട്ടിൽ ബാഗിൻ്റെ അകത്ത് വേണമല്ലോ ഈ ഇലക്ട്രിക് സാധനങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട്. നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, സ്കൂളിലും ജോലിക്കും ഒക്കെ പോകുന്നവരുടെ. അങ്ങനെ പിന്നെ ഏട്ടൻ പേ ആൻഡ് പാർക്കിലാണ് പാർക്ക് ചെയ്യാൻ പോയത്. അതുകൊണ്ട് കുറച്ചൊന്ന് വരാൻ വേണ്ടിയിട്ട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പെട്ടിയും പാക്ക് ചെയ്ത് നിൽക്കാം. സീച്ചേട്ടൻ വരാൻ ഒത്തിരി ലേറ്റ് ആവുന്നു. എനിക്ക് തോന്നുന്നു 4 ദിവസം 3 ദിവസം നമുക്ക് ഇടണ്ടേ, കാർ ഇടണ്ടേ, അതുകൊണ്ട് ആയിരിക്കും ലേറ്റ് ആവുന്നത്. അങ്ങനെ സീച്ചേട്ടൻ വന്ന് പച്ചപ്പെട്ടി ഏട്ടനും എടുത്ത് കത്തപ്പെട്ടി ഞാനും എടുത്ത് നമ്മളിപ്പോൾ ഏത് പ്ലാറ്റ്ഫോമിലാണെന്ന് എനിക്കറിയത്തില്ല. ഏട്ടൻ്റെ പുറകിൽ ഞാൻ നടന്ന് പോയിക്കൊണ്ടേയിരിക്കുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ ട്രെയിൻ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ അറിയത്തില്ല കേട്ടോ. ഞാൻ ശ്രമിച്ചിട്ടില്ല. രാത്രി ഉറങ്ങിയപ്പോൾ 1:30 ആയിരുന്നു. സത്യം എനിക്ക് ഇതിൽ കയറി കിടന്ന് ഉറങ്ങണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ ഉറക്കം വന്നാലേ ഉറങ്ങാൻ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ തലവേദനയാവും. വിക്സ് എടുത്തില്ലായിരുന്നില്ലേ? എന്തെങ്കിലും മതി, വിക്സ് വേണം.
എനിക്ക് വിശന്നിട്ട് വയ്യും. രാവിലെ കഴിക്കാനുള്ള സാവകാശമൊന്നും കിട്ടിയിട്ടില്ല. ട്രെയിനിൽ കയറിയപ്പോൾ എനിക്ക് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ട്രെയിനിൽ കയറിയതും 1 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് ട്രെയിൻ എടുത്തു കേട്ടോ. നിർത്തിയിട്ടലും പരിപാടികളൊന്നും ഇല്ലായിരുന്നു. എനിക്കാണെങ്കിൽ വിശന്നിട്ടാണോ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നതെന്നൊന്നും ഇപ്പോൾ ഓർമ്മയില്ല. എന്തായാലും എനിക്കങ്ങ് കരച്ചിലും സങ്കടം ഒക്കെ വരികയായിരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അതിലിങ്ങനെ ഓരോ ചേട്ടന്മാർ ഓരോന്ന് വിൽക്കാൻ വേണ്ടി കൊണ്ടുവരുമല്ലോ. അപ്പോൾ അതിലൊരു ചോക്ലേറ്റ് വാങ്ങിച്ച് ഞാൻ തിന്നു കേട്ടോ. അത് കുറച്ച് മധുരം ഉള്ളിൽ ചെന്നപ്പോഴത്തേനും കുറച്ച് ആശ്വാസമായി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും മഴ പെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറേ നേരത്തെ ഇരിപ്പും കിടപ്പിനും ഒക്കെ ശേഷം നമ്മൾ അങ്ങനെ നമ്മൾ 10:03 മലയിലെത്തി, ആലുവയിലെത്തി. ഇനി ഇവിടെ ഏതെങ്കിലും ഒരു കടയിൽ കയറി എന്തെങ്കിലും ഒരു ദോശയോ എന്തെങ്കിലും ഒന്ന് കഴിക്കണം. വയറ്റിൽ കണ്ണീച്ച കുറഞ്ഞു, വിശന്നിട്ട് കണ്ണീച്ച കുറഞ്ഞു. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കടകളൊന്നും കണ്ടില്ല കേട്ടോ. അപ്പോൾ എയർപോർട്ടിലോട്ട് പോകുന്ന വഴി ഏതെങ്കിലും കടയിൽ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഊബർ ചേട്ടനോട് പറഞ്ഞു എവിടെയെങ്കിലും നിർത്തണേ ചേട്ടാന്ന്. അങ്ങനെ ചേട്ടൻ ഒരു കടയിൽ നിർത്തി. ആ കടയുടെ പേരാണ് ശരവണ ഭവൻ കേട്ടോ. എയർപോർട്ടിൻ്റെ അകത്തുനിന്ന് കഴിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇരട്ടി പൈസ കൊടുക്കേണ്ടി വരും. പക്ഷെ എന്നിട്ട് കണ്ണ് കാണാൻ വയ്യാതെ നമ്മൾ ശരവണ ഭവനിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. ആ ചേട്ടൻ കഴിച്ചിട്ടാ വന്നേ, വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഇവിടുന്ന് ആഹാരം കഴിച്ചിട്ട് ഇറങ്ങാം. അകത്തോട്ട് കയറാൻ നേരത്തെ ഒരു ചേച്ചി എന്നോട് തെന്നി വീഴല്ലേ, തെന്നലുണ്ടെന്നാട്ടോ പറഞ്ഞത്. നമ്മളവിടെ നിൽക്കുക തന്നെ ഒരു ചേച്ചി അവിടെ തെന്നി അടിച്ച് വീണിട്ടും ഉണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് അകത്ത് ഫ്ലോറെല്ലാം തെന്നി കിടക്കുമായിരുന്നു. പിന്നെ അത്രയ്ക്ക് സുഖമൊന്നും കയറിയപ്പോൾ തന്നെ എനിക്ക് തോന്നിയില്ല കേട്ടോ. ഭയങ്കര ഒരു മെസ്സായിട്ട് കിടക്കുമായിരുന്നു. അപ്പം ഞാൻ വിശന്നിരുന്നുകൊണ്ട് 2 ദോശ ഓർഡർ ചെയ്തു കേട്ടോ. വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഓവറായിട്ട് മുരപുരയായിട്ട് എനിക്ക് ഫുഡൊന്നും അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇതിൽ 2 ദോശ വാങ്ങിയെങ്കിലും ഒരെണ്ണം ഞാൻ സീച്ചേറിൻ്റെ പ്ലേറ്റിൽ തന്നെ അങ്ങ് വെച്ച് കൊടുത്തു. വടയും കൊള്ളത്തില്ല. ഒരു കടി കടിച്ചിട്ട് ഞാൻ അവിടെ വെച്ചു. സത്യസന്ധമായിട്ടുള്ള മറുപടിയാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇത് യഥാർത്ഥ ശരവണവൻ തന്നെയാണോ എന്ന് എനിക്ക് തോന്നിപ്പോയി. അങ്ങനെ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ എയർപോർട്ടിലെത്തി. അപ്പോൾ നമ്മളാട്ടോ നേരത്തെ എത്തിയത്. ഓൾറെഡി അകത്ത് രേഷ് വ്ലോഗ്സിലെ രേഷ്മ വന്നിട്ടുണ്ട്. കാരണം അവൾക്ക് നേരത്തെ ആയിരുന്നു കേട്ടോ ഫ്ലൈറ്റ്. അപ്പോൾ നമ്മൾ എന്ന് പെട്ടിക്ക് വെയിറ്റ് ഒക്കെ നോക്കാൻ വേണ്ടി കൊടുത്തു. എല്ലാം കറക്റ്റ് ആയിരുന്നു. അങ്ങനെ നോക്കിക്കൊണ്ട് നിന്നപ്പോഴത്തേന് രേഷ്മക്കുട്ടി ഓടി വന്നു കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ ചെറുതായിട്ടൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നെങ്കിലും ഫോണിലൊക്കെ സംസാരിച്ച് നല്ല പരിചയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഒരു മണിക്ക് 2 വർഷം അല്ലേ കൂട്ടുമായി. മുംബൈ പോയിട്ട് അതെ. അങ്ങനെ നമ്മൾ ആദ്യം വന്നത് കേട്ടോ. ബാക്കി എല്ലാവരും കുറെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതെ, വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നേഹ വിളിക്കുന്നു. ഇവിടെ നമ്മുടെ കൂടെ നേഹയുണ്ട് കേട്ടോ. അപ്പം നേഹ ചെക്കിനൊക്കെ കഴിഞ്ഞ് അകത്തിരിക്കുകയാണ്. കാണാൻ പറ്റുമോ പറഞ്ഞുകൂടാ, കാരണം 2 പേരും 2 ഫ്ലൈറ്റിലാണ്. എല്ലാം കൂടി ഇനി അരിച്ചു കാണാൻ പറ്റത്തില്ലായിരിക്കും. പക്ഷേ 700-ക്കൊന്നും ഇല്ലടാ. അങ്ങനെ നമ്മൾ നമ്മുടെ ബാഗൊക്കെ പരിശോധിച്ചിട്ട് നമ്മൾ എയർപോർട്ടിൻ്റെ അകത്തേക്ക് കയറി കേട്ടോ. അകത്തേട്ട് കയറി കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ഒരുപാട് കടകളൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാത്തിനും നല്ല റേറ്റ് ആണ് കേട്ടോ. 799+ ആണ് റേറ്റ് എല്ലാത്തിനും വരുന്നത്. 5000-ൻ്റെയൊക്കെ മുതൽ ഇരിപ്പുണ്ട്. അങ്ങനെ നമ്മൾ നോക്കാമെന്നും പറഞ്ഞ് കയറിയെടുത്ത്. രേഷ്മയാണെങ്കിൽ അവിടെ ഒരു ബാഗല്ല മാല ഇഷ്ടപ്പെട്ടിട്ട് അവളത് എടുത്തു കേട്ടോ. അവൾക്ക് നല്ല ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിന് 799 രൂപയായിരുന്നു വില. ഈ ഒരു റെഡ് മാല കേട്ടോ അവളെടുത്തത്. അവൾക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ട്. യഥാർത്ഥത്തിൽ നമ്മളത് ഒരു 300 സംതിങ്ങിനൊക്കെ നമുക്ക് നമ്മുടെ കടയിൽ കിട്ടും. ഇതങ്ങ് പൊക്കത്ത് കിടക്കുന്നതുകൊണ്ട് നമ്മുടെ നീളവും അതുമായിട്ടൊന്നും മാച്ച് ആവുന്നില്ലായിരുന്നു. ഞാൻ വാടി നമുക്ക് ചുമ്മാ നോക്കാമെന്നും പറഞ്ഞ് വലിച്ചു പിടിച്ചുകൊണ്ട് വന്നേ കേട്ടോ. അവളാണെങ്കിൽ ഇതായി ഒരു മാല എടുത്തു. 799 രൂപയാണ് ഇതിൻ്റെ വില. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. വേർത്തിട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് നഷ്ടമാണ് നമുക്ക്. എങ്കിലും ഇത് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ഭംഗിയായിരുന്നു. അങ്ങനെ അതൊക്കെ അവൾ പേ ചെയ്തുകൊണ്ട് നിന്നപ്പോൾ ഞാൻ ഇതിട്ട് ഇങ്ങനെ അടിച്ച് ടിങ് നല്ല സൗണ്ടായിരുന്നു. അങ്ങനെ രേഷ്മ അവിടെ ബില്ലൊക്കെ കുടിച്ചപ്പോഴത്തേനും ഞാൻ മണി അടിച്ച് നിന്നു. എന്നിട്ട് ഞങ്ങൾ വേറെ കടയിൽ കയറാമെന്ന് വിചാരിച്ചിട്ട് അപ്പുറത്തൊരു ഓർണമെൻറ്റ്സിൻ്റെ കടയുണ്ടായിരുന്നു കേട്ടോ. അങ്ങോട്ട് ചാടി കയറി. അവിടെയും കുറേ ഇങ്ങനെ കളക്ഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ റേറ്റൊക്കെ ഈ ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ നിറം പോകുമെന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെ ഞാൻ തൊട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്കിവിടെ ഒരു മാല ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ ഞാനത് എടുത്തു. സെയിം റേറ്റ് തന്നെ 799 രൂപയ്ക്ക് കേട്ടോ ഞാനും അത് എടുത്തത്. എന്തോ കണ്ടു, ഇഷ്ടപ്പെട്ടു, എടുത്തു. പിന്നെ കുറേ കമ്മലുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കയ്യിലിടുന്ന ചെയിനാണിത്. നല്ല രസമുണ്ട്. റേറ്റൊക്കെ നിങ്ങൾ കണ്ടോ ഇതിൻ്റെ അകത്ത്? അത്രയൊക്കെ ഉണ്ട് റേറ്റ്. എയർപോർട്ടിൽ നിന്ന് വാങ്ങിച്ചാൽ ദിങ്ങനെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നി. പിന്നെ ഒരു കമ്മൽ കണ്ടു കേട്ടോ. എൻ്റെ ദൈവമേ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതിൻ്റെ വില എത്രയാണെന്നറിയോ? 5000 സംതിങ് ആണ് ഇതിൻ്റെ വില. പക്ഷേ ഇട്ടത് തന്നെയാണ്. ബ്രാസോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു കേട്ടോ മെറ്റീരിയൽ. അതുകൊണ്ടാണ് ഇത്രയും റേറ്റ് വരുന്നത്. പിന്നെ ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ് പീസസ് ഒക്കെ കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് ഞാനെടുത്ത മാല ബില്ലും അടിച്ച് നമ്മൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങിയപ്പോഴത്തേന് നമ്മുടെ നിർണും രവീണയും അൻവറും ഒക്കെ വന്നു കേട്ടോ.
ഡൽഹി പോയിട്ട് വന്നിട്ട് നമ്മളെല്ലാവരും ഇപ്പോഴാട്ടോ കാണുന്നത്. അൻവറിനൊരു ചവിട്ട് കൊടുത്തിട്ട് ഞാൻ ഓടിപ്പോയി രവീണെ കെട്ടിപ്പിടിച്ചു കേട്ടോ. അങ്ങനെ ഭയങ്കര സന്തോഷമായി കെട്ടിപ്പിടിച്ച് ചക്കര ഉമ്മയൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ നെറിൻ്റെ മണ്ടക്കോട്ടാണ് കയറിയത്. പാവം ഒത്തിരിയല്ലേ ഉള്ളൂ, ഞെക്കി പൊട്ടിച്ചെടുത്തു എല്ലാവരെയും. അത് കഴിഞ്ഞ് നമ്മളൊരു വട്ടമേശ സമ്മേളനമൊക്കെ കൂടിയിട്ട് നമ്മൾ സൊണസോണയൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മളെല്ലാം ഉച്ചയായതുകൊണ്ട് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് നമ്മുടെ ഇതിൽ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മൾ പിന്നെയും ലേറ്റായി, നമ്മൾ ഇവർ വരെ നോക്കിയിരുന്നേ കേട്ടോ. അവസാനം പക്ഷേ സമയം പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫുഡ് കഴിക്കാൻ അങ്ങോട്ട് പോയപ്പോഴത്തേനും അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞു നമ്മൾ 20 മിനിറ്റ്സിനുള്ളിൽ വന്ന് കയറണം എന്ന് അവർ നമ്മളോട് വിളിച്ച് പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ ഓട്ടോ ആയിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ മുത്ത് വന്നടി, എൻ്റെ മുത്ത് വന്ന് നമ്മളിന്ന് രാത്രി പൊളിക്കും. അത് മാത്രമേ ഉറപ്പില്ല. രവീണത് ഈ പറഞ്ഞത് സത്യമാണ് കേട്ടോ. രാത്രി ആകുമ്പോഴത്തേനും എനിക്ക് ഉറക്കം വരുന്നില്ലല്ലോ. എനിക്കങ്ങ് ഭയങ്കര സന്തോഷം കേട്ടോ എല്ലാവരും കൂടെ കൂടിയിരിക്കുമ്പോൾ. അപ്പോൾ ഞാനിരുന്ന കാര്യം പറയും, അത് കേട്ട് ചിരിക്കാൻ ഇവർ വിളിക്കും. അതെ, ഇത്തവണ നമ്മൾ ഓടുന്നത് 15 മിനിറ്റിനുള്ളിൽ വന്ന് കയറിയില്ലെങ്കിൽ ഫ്ലൈറ്റ് എടുത്തോണ്ട് അവർ പോകുന്നത് നമ്മളോട് പറഞ്ഞു. അതെ, അവർ എടുത്തോണ്ട് പോകുന്നു പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി ഓടുവാണ്. അതെ, നീ വീഡിയോ എടുക്കാത്തല്ലോ. ഈ ചേട്ടനും അൻവറും കൂടെ പുറത്തോട്ട് പോയി കേട്ടോ. നമ്മളിനി ഫുഡ് കഴിക്കാൻ വേണ്ടി കയറുകയാണ്. അവർ നമുക്ക് വാണിംഗ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ 20 മിനിറ്റിൽ കയറണമെന്ന്. അതായത് 12:10 ഇപ്പോൾ 20 അവിടെ ചെക്ക് ഇൻ ചെയ്യണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ക്യാമറ ഞാനൊരു സൈഡിൽ വെച്ചിട്ട് എനിക്ക് ആവശ്യമുള്ള ഫുഡ് എടുക്കാൻ വേണ്ടി നമ്മളെല്ലാവരും കൂടെ പോയി കേട്ടോ. അപ്പോൾ കഴിഞ്ഞ തവണ നമുക്ക് കുറച്ചൊക്കെ അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ നമ്മൾ ഭയങ്കര ലിമിറ്റായിട്ട് മാത്രമേ ഫുഡ് എടുത്തിട്ടുള്ളൂ. ഞാൻ കുറച്ച് ബിരിയാണി എടുത്തു കേട്ടോ. നേർന്നാണെങ്കിൽ ബിരിയാണി കണ്ടുകൂടാ, അവൾ ബ്രെഡും സാധനങ്ങളും ഒക്കെയാണ് കേട്ടോ എടുത്തത്. അങ്ങനെ ഫുഡെല്ലാം എടുത്ത് നമ്മൾ തിരിച്ച് നമ്മുടെ ടേബിളിൽ വന്നിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ എടുത്ത് അങ്ങോട്ട് കഴിക്കാൻ വേണ്ടി ഇരുന്ന് 2 വായി വെച്ചപ്പോഴത്തേനും നമുക്ക് വേണ്ടിയുള്ള അനൗൺസ്മെൻറ്റ് വന്നു കേട്ടോ. വേഗം വന്ന് കയറണമെന്ന് പറഞ്ഞു. അങ്ങനെ ഏട്ടനും എന്നെ ഫോൺ വിളിച്ചു, നിങ്ങൾക്ക് വേണ്ടി അടി വിളിച്ച് പറയുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും രേഷ്മയും പെട്ടെന്ന് കുത്തിക്കയറ്റി തിന്നു കേട്ടോ. പക്ഷേ നെറിനും രവീണയും പതുക്കെ തിന്നാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അവരത് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും ഞാനും രേഷ്മയും കൂടെ ഇറങ്ങി ഓടി കേട്ടോ കൈ കഴുകാൻ വേണ്ടിയിട്ട്. കാരണം ആരെങ്കിലും 2 പേരൂടെ ചെന്നാലല്ലേ പേടി എങ്ങാനും പോയാലോ എന്ന് പേടിച്ചിട്ട് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് വായൊക്കെ കഴുകി. അപ്പം നമുക്ക് ഇത്തവണയും നമ്മളെ വിളിച്ച് പോകുന്നുണ്ട്. അതെ, നമ്മളിത് ഇത്തവണ കയറാൻ നേരത്തെ എല്ലാവരും നമ്മളെ ആരാടാ ഇതെന്നൊക്കെ ശ്രദ്ധിക്കും കേട്ടോ. കാരണം മൈക്കിൽ വിളിച്ച് പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് പോവാം. നിങ്ങൾ ഓടി വന്നാൽ മതി. ഒരു പക്വത ഉണ്ടെങ്കിൽ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. കഴിഞ്ഞ തവണ ഞങ്ങൾ എവിടെ എങ്ങോട്ടാ ഇങ്ങോട്ടായിരിക്കും ഓടിക്കോ. ആദ്യത്തെ വഴക്ക് നമുക്ക് കേൾക്കാം, അത് കഴിയുമ്പോഴത്തേനും അവർ വന്ന് വഴക്ക് കേട്ടോളൂ. നമുക്ക് വേഗം ഇറങ്ങി പോവാം. നമ്മളെ വിളിച്ചോണ്ടിരിക്കുന്ന നമ്മൾ ഉള്ളിൽ കയറി പറഞ്ഞ് നമ്മൾ ഉള്ളിൽ കയറി കേട്ടോ. എനിക്കൊന്ന് ഏറ്റവും അവസാനം കയറുന്നത് നമ്മളായിരിക്കും. നെറന്നേ പോയി വാ. മാസമായിട്ട് കയറിപ്പോ നമ്മളെ വീട്ടിൽ നിന്ന്. ഇത്തവണയും നമ്മൾ ഓടുന്നില്ലെങ്കിൽ നമ്മളെ വിളിച്ച് പുറത്തോട്ട് പോവാണ്. മിക്കി കഴിഞ്ഞ തവണ നമ്മൾ വന്നപ്പോൾ ഭയങ്കര ഇടുങ്ങിയിരിക്കുമായിരുന്നു കേട്ടോ. പക്ഷേ ഇത്തവണ നല്ല സ്പേസ് ഉണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ സന്തോഷിച്ചിരുന്നപ്പോൾ രവീണ നീ വിഷമിക്കണ്ട, എയർ ഇന്ത്യക്ക് കുലുക്കം കൂടുതലായി ഇടിക്കാതിരിക്കാനാണ്. ദൈവമേ എനിക്കറിയത്തില്ല. എന്നുവെച്ചാൽ അതുകൊണ്ടാണ് നമ്മുടെ മടിയിൽ നിന്ന് ബാഗൊക്കെ മാറ്റിയത്. കഴിഞ്ഞ തവണ വന്നപ്പോൾ നമ്മൾ ബാഗൊന്നും മാറ്റിയില്ലായിരുന്നു. നമ്മൾ മാറ്റിയില്ലായിരുന്നു. പക്ഷേ ഇത്തവണ എന്ത് രസമായിരിക്കും. അപ്പം നമ്മൾ വണ്ടി എടുക്കാൻ പോവാട്ടോ. വണ്ടിയല്ല, പ്ലെയിൻ എടുക്കാൻ പോവാണ്. എടുക്കാൻ
Dear guests, we are pleased to welcome you aboard Air India. A special welcome to all our flight attendants. നമ്മൾ ഫ്ലൈറ്റിൽ കയറിയിട്ട് പിന്നെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടാട്ടോ ഫ്ലൈറ്റ് എടുത്തത്. അപ്പം ഞാനാണെങ്കിൽ ഇങ്ങനെ എടുക്കാൻ നേരത്ത് എക്സ്പ്രഷൻ എടുക്കാമെന്ന് പറഞ്ഞ് ഫോൺ ഓണാക്കി തന്നെ പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പക്ഷേ ഇത്തവണ ഫ്ലൈറ്റ് എടുത്തപ്പോൾ നമുക്ക് ആ ഒരു ആദ്യത്തെ തവണ കയറിയിട്ടുള്ള ആ ഒരു പേടിയും എക്സൈറ്റ്മെൻ്റ് ഒന്നും ഇല്ലായിരുന്നു. ആദ്യത്തെ തവണ കയറുമ്പോൾ നമ്മൾ ഈ വീഗാലാൻഡിൽ റൈഡിൽ കയറത്തില്ലേ, അതുപോലെ നെഞ്ചിൻ്റെ അകത്തുനിന്ന് ഒരു കാറ്റിങ്ങനെ താപ്പോട്ട് പോകുന്ന പോലെ ഒരു ഫീലിംഗ് ആയിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ചെവിവേദന എടുക്കാതിരിക്കാൻ വേണ്ടി ഹെഡ്സെറ്റിൽ പാട്ടിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഇരിക്കുകയായിരുന്നു. രവിയാണെങ്കിൽ നിർവികാരിയായിട്ട് ഇരിക്കുകയാണ്. ഈ ഇരിപ്പൊന്നുമില്ല, എടുത്തു കഴിയുമ്പോഴത്തേന് കമാന്നും പറഞ്ഞ് അവിടെ കിടന്ന് ഉറങ്ങാൻ തുടങ്ങും. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് ഫുഡ് കൊണ്ടുവരാൻ തുടങ്ങി കേട്ടോ. എനിക്ക് ഫ്ലൈറ്റിലെ ഫുഡ് വലിയ പ്രതീക്ഷകളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കഴിഞ്ഞ തവണ തൊട്ട്. പക്ഷേ ഇത്തവണത്തെ ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ. ചോറും അവിയലും ചിക്കൻ കറിയും പിന്നെ ഒരു ബണ്ണും ബട്ടറും ചായയും പായസവും ഒക്കെ ഉണ്ടായിരുന്നു. അവിയലാണെങ്കിൽ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. അത്രയും ടേസ്റ്റ് ആയിരുന്നു. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. സ്പൂണിലാണ് കഴിച്ചത്. സത്യം പറഞ്ഞാൽ കുറച്ചുകൂടെ ചോറും അവിയലും കൂടെ കിട്ടിയായിരുന്നെങ്കിൽ കൊള്ളായിരുന്നെന്ന് എനിക്ക് തോന്നി. ചിക്കൻ കറിയൊക്കെ എങ്ങും എത്തത്തില്ല ഈ അവിയലിൻ്റെ മുന്നിൽ, അത്രയും ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം എല്ലാവരും ഒന്ന് കണ്ണൊക്കെ അടച്ചൊന്ന് മയങ്ങി കഴിഞ്ഞപ്പോഴത്തേന് നമ്മൾ ലാൻഡ് ചെയ്തു. നമ്മൾ നല്ല ഉറക്കത്തിലാണ്. കുട്ടാ നമ്മളെത്തി, നമ്മൾ ലാൻഡ് ചെയ്തു, നമ്മളെത്തിയടാ. രവിയാണെങ്കിൽ ഫ്ലൈറ്റിൽ കയറിയാൽ അപ്പം കിടന്നുറങ്ങും കേട്ടോ. പിന്നെ ഞാൻ കുത്തി എഴുന്നേപ്പിച്ച് നമ്മൾ ഇറങ്ങി കേട്ടോ പുറത്ത്. നമ്മളെത്തി പാടി. അവൾ ചോദിക്കുക എനിക്ക് ഇത്രയും ഭാഗ്യമുള്ളൂ എന്ന്, ഫുൾ കൺഫ്യൂഷൻ ആയിട്ടിരിക്കുക. അപ്പം നമ്മൾ ഇറങ്ങുക കേട്ടോ. നല്ല വെയിൽ. എത്ര മണിയായടാ? നട്ടുച്ചയെങ്ങാണ്ടല്ലേ? പിന്നെ നടക്കാല്ല, ഇതിലും നല്ലത് നടക്കുന്നതായിരുന്നു തോന്നുന്നു. നടന്നാ മതിയായിരുന്നു. നടക്കടി എന്ന് പറഞ്ഞേ, നടക്കടി. കുറേ നടക്കാനുണ്ട്, എത്ര നടന്നിട്ടും എത്തുന്നില്ല. അങ്ങനെ നമ്മൾ പെട്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പെട്ടി ഒന്നും മാറിപ്പോകരുത്. പണ്ട് ശ്രീ മലയാളത്തിന്റെ ബ്ലോഗിൽ ഞാൻ കണ്ടു പെട്ടി മാറിപ്പോയി സീനായെന്ന്. അതുകൊണ്ട് നമ്മൾ പെട്ടിയൊന്നും മാറിപ്പോവാതെ നമ്മൾ സൂക്ഷിച്ചെടുക്കണം കേട്ടോ. എല്ലാവരും പെട്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവിടെ ഗ്ലാസ് ഉണ്ടടി, പൊട്ടും. ഓക്കെ, അവള് പോയിരുന്നു നോക്ക്. ഇല്ല പാട്ടും ഇടായിരുന്നു. മഞ്ജു വാര്യറിന്റെ ഇല്ല സിനിമയ്ക്കകത്തെ അവളെ പോലെ ഇരിക്കുന്നു. എടി മഞ്ജു വാര്യറിന്റെ ഇല്ല സിനിമയ്ക്കകത്തെ അവളെ പോലെ ഇരിക്കുന്നു. ആന്നാ ആന്നാ घूमने की कौन कौन जगह अच्छा है? मुंबई सेंट्रल, दादर, चर्चगेट, मरीन लाइन वगैरह जाना पड़ेगा. इधर तो इधर कुछ नहीं है. അപ്പൊ നമ്മൾ റൂമിലോട്ട് പോവാട്ടോ. मुंबई सेंट्रल ചേട്ടാ ഹിന്ദി പഠിക്കുന്ന जाना पड़ेगा. इंडिया गेट. हाँ हाँ मुंबई सेंट्रल में. हाँ मुंबई सेंट्रल, चर्चगेट जाना पड़ेगा आपको, मरीन लाइन. അപ്പൊ നമ്മൾ റൂമിലോട്ട് പോവാട്ടോ. 15 മിനിറ്റ് ഉണ്ട് ഇവിടുത്തെ റൂമിലോട്ട്. അപ്പൊ എല്ലാവർക്കും കൂടെ ആ വണ്ടിയിൽ കയറാൻ പറ്റാത്തതുകൊണ്ട് ഞാനും ഏട്ടനും ഈ വണ്ടിയിൽ കയറി. അവരെല്ലാവരും ആ വണ്ടിയിൽ, ലഗേജും ആ വണ്ടിയിൽ തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ റൂമിലെത്തി. ഡ്രസ്സൊന്നും മാറുന്നില്ല കേട്ടോ. അപ്പോഴത്തേനും അവിടെ പെട്ടി കുത്തി പൊട്ടിക്കൽ മഹാചടങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കട്ടിലെല്ലാം നമ്മൾ വന്ന് കുറച്ചു നേരം റെസ്റ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ എവിടെയെങ്കിലും മാളിൽ പോവാന്ന് വിചാരിച്ചു. ആരും പ്രിപ്പയർഡ് ആയിട്ട് ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല. അൻവർ മാത്രമാണ് കോട്ടും സൂട്ടും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ബാക്കി എല്ലാവരും പ്രിപ്പയർഡ് ഒന്നും അല്ല കേട്ടോ. അപ്പൊ എന്തായാലും കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഊബർ ബുക്ക് ചെയ്തിട്ട് പുറത്ത് വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. 2 പട്ടിക്കുട്ടികളൊക്കെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ മുടിയിൽ കളറടിക്കുമെങ്കിൽ അവർ വാലിൽ കളറടിച്ച് നല്ല സെറ്റപ്പ് ആക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വണ്ടി വന്നപ്പോഴത്തേന് എനിക്ക് ബാക്കിലിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഞാൻ ഭയങ്കരമായിട്ട് വോമിറ്റ് ചെയ്യും. അതുകൊണ്ട് ഞാൻ ഫ്രണ്ടിലിരുന്നു. ബാക്കി ബാക്കിലിരുന്നത്
അങ്ങനെ നമ്മളെല്ലാരും കാറിലൊക്കെ കയറി പോവാൻ പോവാണ്. ഇനി മാളിലെത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മള് ജിയോ ഏത് മാളാന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെ നമ്മള് മാളിലെത്തി കേട്ടോ. എന്റെ ദൈവമേ, ഒടുക്കത്തെ തിരക്കെന്ന് വെച്ചാൽ ഒടുക്കത്തെ തിരക്ക്. മാളിൻ്റെ അകത്തോട്ട് കയറണമെങ്കിൽ ഫുൾ നമ്മളെ ചെക്ക് ചെയ്ത് ബാഗൊക്കെ ചെക്ക് ചെയ്തിട്ടേ നമ്മളെ അകത്തോട്ട് കയറ്റി വിടുകയുള്ളൂ കേട്ടോ. പണ്ട് ഇവിടെ ആ ഒരു വെടിവെപ്പും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടായിരിക്കും, ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പോൾ നമ്മളതെല്ലാം ചെക്ക് ചെയ്തിട്ട് അകത്തേക്ക് കയറി. അപ്പോൾ നമുക്ക് അരിച്ച് പറക്കാൻ വേണ്ടി ഇറങ്ങാം. എല്ലാവരും ഓരോ സൈഡിലോട്ട് ക്യാമറയും വെച്ച്. അങ്ങനെ അവിടെ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ സെഫോറ ഉണ്ട് കേട്ടോ. ഞാൻ ഒരുപാട് വീഡിയോസിലൊക്കെ ഓരോരുത്തർ പർച്ചേസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടെങ്കിലും എനിക്ക് എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം തോന്നിയിട്ട് ഞങ്ങൾ അകത്തോട്ട് കയറി. കുറേ ചെയ്ത് നോക്കിയപ്പോൾ വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ നെറിന്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് തിരിച്ചിറങ്ങാൻ നേരത്ത് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ തിരിച്ച് മുകളിലോട്ട് പോയി. അല്ല, അത് രേഷ്മ പറഞ്ഞു. 2 പേർ മാഗി വാങ്ങിച്ചിട്ട് നമ്മുടെ വീട്ടിൽ രേഷ്മ പറഞ്ഞു. എനിക്ക് അബദ്ധം പറ്റിയത് ഒരു ചായക്ക് 219 അല്ല, കണ്ണ് പോകുന്നത് മുഴുവൻ ആയിരങ്ങളിലാണ്. 13,000 രൂപ. കുഞ്ഞു മക്കളെ, ഇവിടെ ഒരു സാധനം തൊടണമെങ്കിൽ മിനിമം 5,000 രൂപ വേണം വാങ്ങിക്കാൻ. എല്ലാത്തിനും ഞാൻ പോയി തൊടും. വില കാണുമ്പോ ഇങ്ങനെ ഇറങ്ങി പോരും. ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര വില. ഫുഡ് വാങ്ങാൻ വേണ്ടി വന്നപ്പോഴത്തേന് അവിടെ താണ്ടി ഈ ഒരു ചോക്ലേറ്റിൻ്റെ സംഭവങ്ങളൊക്കെ കണ്ടപ്പോഴത്തേന് എൻ്റെ വരുത്ത് അവിടെ അങ്ങ് നിർത്തി കേട്ടോ. ഞാൻ അവിടെ നിന്നിട്ട് എനിക്കിത് വേണമെന്ന് പറഞ്ഞു. 130 രൂപയായിരുന്നു കേട്ടോ ഞാൻ എടുത്ത സാധനത്തിന്. അപ്പോൾ ഇത് നമ്മൾ വേണമെന്ന് പറയുമ്പോൾ അവർ ചൂടാക്കിയിട്ടാണ് തരുന്നത്. ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും ചൂടായി കഴിയുമ്പോൾ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ അത് ചേറിട്ട് കഴിച്ചു കേട്ടോ. വായിലോട്ട് വയ്ക്കുമ്പോഴത്തേന് തന്നെ ഇങ്ങനെ ചൂട് മടിഞ്ഞു പോവുമായിരുന്നു. ഓഹോ, എങ്ങനെയുണ്ട്? കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞേ. ചോക്ലേറ്റ് ഫീൽ എങ്ങനെ കൊള്ളാം? അത് നിന്റെ ഉണ്ട്. എങ്ങനെയുണ്ട്? എപ്പടി? താങ്ക് യു. കഴിക്കടാ. എടുക്ക്, എന്നിട്ട് വായിലിട്ട് എക്സ്പ്രഷൻ എടുക്കും. സോഫ്റ്റ് അല്ലേ? നമ്മള് ദോശയും ചമ്മന്തിയും സാമ്പാറും വാങ്ങിച്ചു കേട്ടോ. ഇവിടെ ഒരു കുപ്പി വെള്ളത്തിന് വരെ 70 രൂപ 80 രൂപയൊക്കെയാണ്. അതുകൊണ്ട് ഒരു തുള്ളി പോലും കളയാതെ കുടിച്ചോണം. കുളിക്കല്ല, കുടിച്ചോണം. മുടി സെറ്റ് ചെയ്യാൻ വേണ്ടി വന്നു കേട്ടോ. ആദ്യം നെറിനും രേഷ്മയും കൂടി ഇരുന്ന്. എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ, ചെയ്യണോ വേണ്ടായോ. അപ്പം എന്തായാലും വന്നതല്ലേ, ചെയ്തേക്കാന്ന് വിചാരിച്ച് ഞാനും രവീണയും കൂടെ കസേരയിലിരുന്ന് കേട്ടോ. എന്താ സംഭവം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, നെറിൻ്റെയും രേഷ്മയുടെയും ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും കട ക്ലോസ് ചെയ്യുന്ന ടൈമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല. നമ്മളിതൊന്നും അറിയാതെ അവിടെ കിടന്നങ്ങ് പ്രഹസനമായിരുന്നു കേട്ടോ. മുടി അഴിക്കുന്നു, തുറക്കുന്നു, കാട്ടുന്നു, എങ്ങനെ കിടക്കും എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നെറിൻ്റെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അവളുടെ പട്ടിഷോ ആയിരുന്നു കേട്ടോ അവിടെ കിടന്ന് കാണിക്കുന്നത്. പാലമരത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഇക്ഷയെ പോലുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഷാമ്പൂവിൻ്റെ പരസ്യം നിങ്ങളാണ് പറയണ്ട എങ്ങനെയുണ്ടെന്ന്. മുടി കുറച്ച് എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. ബഹുമാനം കൊണ്ട്. അതെ, ഇതിങ്ങനെ ആക്കിയപ്പോ തൊട്ട് കിടന്ന് കറങ്ങുക. ഇതുവരെ നിർത്തിയിട്ടില്ല. ബാറ്ററി ചാർജ് ഓഫ് ചെയ്യണേ. ഇതിന്റെ കീ എവിടെങ്കിലും ഒന്ന് ആര് പറഞ്ഞതാ, ഒന്ന് ഓഫ് ചെയ്യട്ടെ. ഇവരൊക്കെ മുടി ചെയ്ത് നാളെ നമ്മൾ വന്ന് ചെയ്യണം. ഇപ്പൊ കണ്ടിരിക്കുന്നുണ്ടല്ലേ? അതെ, നാളെ വന്ന് ചെയ്യാന്ന് വിചാരിച്ചു. ഒരു ഷൂ വാങ്ങിക്കണം. ആഗ്രഹം മാറിക്കില്ല, അഹങ്കാരം വന്നായിരിക്കും. ഇങ്ങനെ നമ്മൾ പോവാ. എത്ര മണിയായി? 10 മണി കഴിഞ്ഞു എന്തായാലും. ഇല്ലടാ, അത് മതി. ഇല്ലടാ, ഇവർക്കൊക്കെ നല്ല പ്രായമുണ്ട്. ചുമ്മാ അങ്ങ് വിളിക്കുകയാണ്. എവിടെ? ഇവിടെ കണ്ടല്ലേ നിന്നെ? ഹലോ, ചോദിക്കുന്ന അതെ, അതാ എന്താ വാങ്ങിച്ചേ? ഇതിന് എത്രയാ വില? ഒന്ന് ഇല്ല, 380 രൂപയായുള്ളൂ. എന്തോ ആഗ്രഹം കൊണ്ട്. അതെ, നൈസ് നൈസ്.
ഇപ്പൊ ലാസ്റ്റ് കുറച്ച് നാളെ അതെ അതെ സാരല്ല. റിവ്യൂ എന്തായാലും മുടിയൊക്കെ വെട്ടുന്നിടത്തുണ്ടല്ലോ ദേവി ഫോൺ മറന്നു വെച്ചു. അങ്ങനെ ഇത് എടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ചാടി കയറി ഓടി പോവുകയാണ് കേട്ടോ. അപ്പം നമ്മൾ താഴെ വെയിറ്റ് ചെയ്തു. 10:30 ആയിട്ടുണ്ട്. അപ്പോൾ 10:30 ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. ഞാൻ പുതിയ ലിപ് ഗ്ലോസ് വാങ്ങിച്ചു. കൊള്ളാവോ? നല്ല രസമുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്റെ വീഡിയോ എടുക്കുന്നു. ചോർന്ന് പോയെന്നായിരിക്കും. നേരത്തെ ഓടിച്ചിട്ട് പിടിച്ചാണ്. ഇവരെല്ലാരും ഇപ്പൊ മേല് കഴുകിയിട്ട് വന്നു. ഞാൻ മേല് കഴുകിയില്ല. നമ്മൾ ബെഡ് അപ്പുറത്തെ റൂമിൽ നിന്ന് ആദ്യം കഴുകി. പിന്നെ ഇവള് കുളിച്ച കണക്ക് പറയുക. ഇനി ഞാൻ പോവാ. ആ ശരിയാ, അത് പ്രാക്ക്. ഇന്ന് ഞാൻ പോസ്റ്റ് ആയിട്ടിരിക്കും. അപ്പൊ നമ്മള് ഫുഡ് ഓർഡർ ചെയ്ത് കേട്ടോ. പാതിരാത്രി 1 മണിയായി. അപ്പൊ മോമോസ്, ചിക്കന്, പിന്നെന്തുവായിരുന്നു, ചീസ് കേക്ക്, അത് ഇത് പിസ്സ എന്തൊക്കെയോ ഓർഡർ ചെയ്തു. എന്നിട്ട് ഞങ്ങൾ കള്ളരും പോലീസും കളിക്കാൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റ് ചെയ്തെടുക്കാൻ പോവാണ്. ഇവരെവിടെ പോവാ? കഥാനായകൻ എങ്ങോട്ടാ? ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരേ ഒരു ആൺതരിയാണ്. ഇനി ഇവന്റെ കല്യാണം, ഇനി ഇവന്റെ ഒരു കല്യാണമാണ് ഞങ്ങളുടെ മനസ്സിൽ. എന്തൊരു നീ പോടാ. മനസ്സിലാ. അപ്പം അടുത്തുണ്ടാവും. ഇവളുടെ കൊച്ചിന്റെ വയറ്റ് പൊങ്കാല എടുത്തു. ഞാൻ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞ് നടക്കുവാണ് ആൾക്കാർ. അടുത്ത ഞാൻ അറിയാതെ 7ാം മാസത്തിൽ ഈ വയറ്റ് പൊങ്കാല ഉണ്ട്, അറിയില്ല? അതായത് 7ാം മാസത്തിൽ നമ്മള് സൂര്യനെ ഇങ്ങനെ പൊങ്കാല ഇടും, സാരിയൊക്കെ കൊടുത്ത് വിളിച്ചോണ്ട് പോകുന്ന ചടങ്ങ്. നമ്മുടെ ഇത് എന്ത് ഇവിടെ ഇരിക്കുമ്പോ പ്ലെയിൻ പോകുന്ന സൗണ്ട് ആട്ടോ. നമ്മുടെ പേളിമാണിയിലൊക്കെ ഉണ്ടായിരുന്നില്ല, എന്തായിരുന്നു അപ്പൊ ഇതെല്ലാം ഓർഡർ ചെയ്യുന്ന സമയം കൊണ്ട് ദാ പോയി ദേ വന്നു. ഞാൻ ഓടി പോയി കുളിച്ചിട്ട് വരാം. എവിടുന്നാണ്? വളകാപ്പിന്നാണ് പോയി കുളിച്ചിട്ട് വരാം. അതെ, എന്തൊരു കണക്ഷനാണ്. എനിക്ക് വയ്യ വ്ലോഗ് ചെയ്യുമ്പോ ഇങ്ങനെ ചെയ്യണം. കേട്ടോ. അപ്പൊ ഞാൻ പോയി കുളിച്ചിട്ട് വരാം. അതുവരെ ഇവിടെ ഒരാളും കമ്മ എന്നൊരു അക്ഷരം മിണ്ടരുത്. ബാക്കി മിണ്ടരുത്, ഒന്നും മിണ്ടരുത്. എനിക്ക് അതിന്റെ ഉള്ളിൽ സമയം കേട്ടാ ഞാൻ അങ്ങനെ തന്നെ ഇറങ്ങി. എനിക്ക് ഞാൻ വരാതെ ഒരു കാര്യം ഇവിടെ മിണ്ടരുത്. ഓക്കെ, എടാ ഞാൻ എന്നാല് നോൺ വെജ് മോമോസ് ഓർഡർ ചെയ്യാം. എന്റെ കയ്യിലുള്ള പിന്നെ വെജ് മോമോസ് ഓർഡർ ചെയ്യാം. അതിന്റെ അകത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ കോക്കും കിട്ടും. അപ്പൊ നമ്മുടെ സെറ്റിലായി. വിളിച്ചിട്ടൊക്കെ വരാം. ഇവിടെ ക്യാമറ പ്രഹസനമാണ്. ഞമ്മള് പാവം ഫോണിലാണ് എടുക്കുന്നത്. പുള്ളിക്കാരിക്ക് മാത്രം 2 ഐഫോൺ. 2 ഐഫോൺ. അത് 1.5 ലക്ഷത്തിന്റെ 2 ഐഫോണാണ്. ഒരെണ്ണത്തിന്റെ ഇമ ഇതുവരെ അടിച്ചു പോരാഞ്ഞിട്ട് ഇപ്പൊ കല്ല് വെച്ചോണ്ടിരിക്കാണ്. അതെന്തുവാ? അതൊക്കെ സീക്രട്ട്. ഇപ്പൊ പറഞ്ഞല്ല, ഇനിയിപ്പൊ പറഞ്ഞോ, സാരില്ല. അയ്യോ വേണ്ട, പറയണ്ട. അപ്പൊ ഓക്കെ, ടാറ്റാ. എടാ ഇവരെല്ലാം പച്ചയാ. ഇനിയിപ്പൊ ഞാനും ഒക്കെ വേണം പോയി എടുത്തിട്ട് വരാം. അങ്ങനെ മേലൊക്കെ കഴുകി വന്നു. അപ്പൊ നമ്മൾ ഇനി കണ്ടിന്യൂ ചെയ്യാം. അല്ലേ? അതെ, എല്ലാരും പച്ചയാണ്. പച്ചയാണ്. അതെ, നമ്മള് പണിയില്ലാത്ത 2 ആൾക്കാർ. അല്ല, ഇവക്ക് കുറച്ച് പച്ചയൊക്കെ ഉണ്ട്. ഞാനും കുറച്ച് പച്ചയൊക്കെ പിടിക്കട്ടെ. അതെ, പച്ചയൊക്കെ കാണാം. അതെ, കല്യാണി ചേച്ചിക്ക് എവിടെയും പച്ചയില്ല ഗൈസ്. എന്റെ ബ്രഷ് പച്ചയാണ്. ഇവിടെ ഫുഡ് ഓർഡർ ചെയ്ത്, ഞാൻ ഓർഡർ ചെയ്ത ഫുഡും അവർ ഓർഡർ ചെയ്ത ഫുഡും ഒരുമിച്ചാണ് വന്നത്. ഇവിടെ ഇവള് മെയിൻറ്റെയിൻ ചെയ്യുന്നു, അവിടെ അവൻ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഒരു കൊറിയർ വന്ന് വിയർത്ത് വന്ന് അത്
പെപ്സി എന്താടാ പെപ്സി എന്താടാ ഇനി വല്ലതും വരാനുണ്ടോ? ആ എന്നാ ഏട്ടനെയും കൂടി വിളിച്ചോ. ഏട്ടാ കമോൺ. അല്ലെ ഡൈനിങ് കഴിക്കാം, അല്ലെ ബെഡിൽ ചീത്തയാവും. ഇവിടെ എണീക്കണം അല്ലേ? ഇവള് തായ്ലൻഡിൽ പോയി. ഹെഡ് മസാജ് സൂപ്പറാ. നൈസ് അടാന്നൊക്കെ വരുന്നതാണ് ഇതില്. എന്താ ഇവിടെ പിന്നെ സൊമാറ്റോ ഒക്കെ ഉണ്ടല്ലോ, 3:30 വെളുപ്പിന് വിളിച്ചാലും കറക്റ്റ് ടൈമിൽ ഫുഡൊക്കെ ഡെലിവറി ചെയ്യും കേട്ടോ. അങ്ങനെ ഞങ്ങൾ 1:30-2 മണിയായപ്പോഴത്തേക്ക് ഫുഡൊക്കെ വന്നിട്ട് എല്ലാവരും കൂടെ കാര്യം പറഞ്ഞിരുന്ന് കഴിക്കുകയാണ്. ഓരോരുത്തരായിട്ടോ ഓരോ സാധനങ്ങൾ വാങ്ങിച്ചേക്കുന്നത്. എനിക്കാണെങ്കിൽ ചിക്കനാണ് ഇഷ്ടപ്പെട്ടത്. ഇതിൽ കുറച്ച് ചീസ് കേക്കൊക്കെ വാങ്ങിച്ചു. അട്ട ഫ്ലോപ്പായിരുന്നു. എന്താണെന്ന് എനിക്കറിയത്തില്ല, ഞാൻ ആദ്യമായിട്ടാണ് കഴിച്ച് നോക്കുന്നത്. പക്ഷേ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ നെറിനൊക്കെ പറഞ്ഞു ഇതിൻ്റെ രുചി ഇതല്ല, ഇതെന്തോ കൊള്ളൂല എന്ന് പറഞ്ഞിട്ട് അതൊക്കെ അതുപോലെ വേസ്റ്റ് ചെയ്ത് കളയാട്ടോ ചെയ്തത്. കാരണം അത് കൊള്ളത്തില്ലായിരുന്നു. കഴിച്ചിട്ട് ഇനി വയറിന് അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ പണിയാണല്ലോ. അങ്ങനെ എല്ലാ വേസ്റ്റും കൊണ്ട് കളഞ്ഞ് കൈയൊക്കെ കഴുകിയിട്ട് നമ്മൾ വെള്ളം എടുക്കാൻ വേണ്ടി വന്നു. അപ്പോൾ 10 ലിറ്ററിൻ്റെ ഒരു കുപ്പി നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം 3 ദിവസം കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഒരു തുള്ളി പോലും പുറത്ത് കളയാതെ അഡ്വക്കേറ്റ് രവീണയാണ് കേട്ടോ ആ വെള്ളം എടുക്കുന്നത്. നല്ല എക്സ്പീരിയൻസ് ഉള്ള പോലെയായിരുന്നു. എന്തൊക്കെയോ പറഞ്ഞത് കണ്ട് ചിരിച്ച് ബഹളമൊക്കെ ആയിരുന്നു കേട്ടോ എല്ലാവരും കൂടെ. അങ്ങനെ കുഞ്ഞൊരു കുപ്പിയിലാണ് ഈ വെള്ളം എല്ലാവരും എടുക്കുന്നത് കുടിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഗ്ലാസ് ഒന്നും അവിടുത്തെ കാര്യങ്ങളൊന്നും നമ്മൾ എടുത്തില്ല. അങ്ങനെ അവിടുന്ന് നേരെ നമ്മൾ കിടക്കാൻ വേണ്ടി റൂമിലോട്ട് പോകും. ഈ കുന്നം കണ്ടിട്ട് ഇവിടെ എല്ലാവരും പേടിയാ. ഇവിടെ എത്തുമ്പോൾ ഒന്നെങ്കിൽ കാല് തട്ടും, അല്ലെങ്കിൽ പോടാ പോയി കിടന്ന് പറഞ്ഞു ടാറ്റ. നമ്മള് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഉറങ്ങാൻ പോവാട്ടോ. എന്നെ പേടിച്ച് കിടക്കുക കയറി. ഗുഡ് നൈറ്റ്. ഈ എനിക്ക് ചിലപ്പോ ഈ ഉറക്കത്തിന് നിരത്തി വീഴുന്ന സൗണ്ട് ഉണ്ട്, അതുകൊണ്ട് ഈ സൈഡ് കിടക്കുന്നത് സൂക്ഷിച്ചോണം. ഞാൻ പുറത്തോട്ട് അയ്യോ അപ്പൊ അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ സീ യു. അപ്പൊ നമ്മൾ ഉറങ്ങാൻ പോവാന്ന് വെച്ചാൽ ഗുഡ് മോർണിംഗ് ആണ് കേട്ടോ. കാരണം 3 മണി ആയിട്ടുണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ. ടാറ്റ ബൈ സീ യു. അപ്പൊ ഇരുട്ടാണ്, എല്ലാവർക്കും കാണാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാം. അപ്പൊ നമ്മൾ എല്ലാവരും 3:30 ഉറങ്ങാൻ കിടക്കുകയാണ്. രാവിലെ എത്ര മണിക്ക് എഴുന്നേക്കുമെന്ന് അറിയത്തില്ല. എന്തായാലും ഇന്നത്തെ ഈ വ്ലോഗ് ഇതോടെ അവസാനിച്ചിരിക്കുന്നു. നാളെ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ സീ യു. നിങ്ങൾക്ക് ചിലപ്പോൾ 2 മൊബൈൽ അവിടെ കാണായിരിക്കും. ഇതുപോലെ എല്ലാവരും ഫോണിൽ കളിച്ചോണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ നല്ല കുട്ടിയായിട്ട് ഞാൻ ഉറങ്ങാൻ പോകാട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ. ടാറ്റ ബൈ സീ യു.